അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പരിശുദ്ധ റമദാനിൻ്റെ പകുതി നമ്മളോട് വിട പറഞ്ഞു കഴിഞ്ഞു. ഇനി ബാക്കി പകുതിയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. അള്ളാഹുവിനോട് നാം അകമഴിഞ്ഞ സ്തുതി നടത്തേണ്ടതുണ്ട്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അള്ളാഹു ഒരു വിശ്വാസിക്ക് കനിഞ്ഞേകിയ മാസമാണ് പരിശുദ്ധ റമദാൻ. ഞാൻ ഫസ്റ്റിലെ പറഞ്ഞുവല്ലോ, ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫിഹിൽ ഖുർആൻ എന്ന്. അള്ളാഹു ഖുർആൻ ഇറക്കിയ മാസം. മാത്രമല്ല, ഒരു സുന്നത്തിന് ഒരു ഫറലിൻ്റെ പ്രതിഫലം തരാമെന്ന് പടച്ചോൻ പറഞ്ഞ മാസം. ഒരു ഫറലിന് 70 ഫറലിൻ്റെ പ്രതിഫലം തരാമെന്ന് പടച്ചോൻ പറഞ്ഞ മാസം. നമ്മുടെ എല്ലാ പാപങ്ങളും പുറത്തു തരാമെന്ന് അള്ളാഹു ഏറ്റ മാസം. ശൈത്താനെ കെട്ടിടപ്പെട്ട മാസം. സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട മാസം. നരകത്തിൻ്റെ കവാടങ്ങൾ അടക്കപ്പെട്ട മാസം. ഈ അനുഗ്രഹങ്ങളെ കൊണ്ട് നിറഞ്ഞ ഒരു മാസത്തിൻ്റെ 15 ദിവസം നമ്മളോട് വിട പറഞ്ഞപ്പോൾ എൻ്റെ ശബ്ദം കേൾക്കുന്ന വിശ്വാസികളെ, നാം എന്ത് ചെയ്തു തീർത്തു എന്നുള്ളത് ഒരു കണക്ക് നാം എടുക്കേണ്ടതില്ലേ? അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് നമുക്ക് ചെല്ലുമ്പോൾ അവൻ്റെ മുമ്പിൽ നമുക്ക് പറയാൻ കഴിയേണ്ടതില്ലേ? അള്ളാഹുവേ, നീ തന്ന അനുഗ്രഹങ്ങൾ ഒരുപാട് എനിക്ക് തന്നു റബ്ബേ, അതെല്ലാം ഞാൻ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അള്ളാഹുവിനോട് നമുക്ക് പറയാൻ കഴിയേണ്ടതില്ലേ? തീർച്ചയായും ഈ സമയം എനിക്ക് പറയാനുള്ളത് അള്ളാഹു പറഞ്ഞ ഒരു ആയത്താണ്. യാ അയ്യുഹല്ലദീന ആമനു ആമിനു ബില്ലാ. അള്ളാഹു താല പറയുന്ന യാ അയ്യുഹല്ലദീന ആമനു ആമിനു ബില്ലാഹി വറസൂലി എന്ന സത്യവിശ്വാസികളെ എന്ന് വിളിച്ചുകൊണ്ടാണ് വീണ്ടും അള്ളാഹു പറയുന്നത്. അള്ളാഹു ആദ്യം വിളിച്ചപ്പോൾ തന്നെ സത്യവിശ്വാസികളെ എന്ന് മീനിങ് വന്നില്ലേ? പിന്നെന്തിനാ അള്ളാഹു താല പറഞ്ഞത് ആമിനു ബില്ലാഹി വറസൂലി, നിങ്ങൾ അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കണേ എന്നാ. അള്ളാഹു ആദ്യം നമ്മളെ വിളിച്ചത് യാ അയ്യുഹല്ലദീന ആമനു എന്നാണ്. ആ പടച്ചോൻ പറയാണ് ആമിനു ബില്ലാഹി വറസൂലി, അള്ളാഹുവിനെ കൊണ്ടും അവൻ്റെ റസൂലിനെ കൊണ്ടും വിശ്വസിക്കുവാനാണ്. അപ്പോൾ വിശ്വാസം ഊട്ടി ഉറപ്പിക്കുവാൻ അള്ളാഹു നമ്മളോട് കൽപ്പിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, നാം ജീവിതത്തിൽ ഒരുപാട് ശ്രദ്ധീകരിക്കേണ്ട അല്ലെങ്കിൽ ശ്രദ്ധ ചെലുത്തേണ്ട ചില കാര്യങ്ങളുണ്ട്. സാമ്പത്തിക സൂക്ഷ്മത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. നമുക്കുടെ മക്കളെ വളർത്തുന്ന വിഷയത്തിൽ നാം സ്പഷ്ടമായി തന്നെ ഒരു സൂക്ഷ്മത പുലർത്തേണ്ടതുണ്ട്. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ ദീനിനും കുടുംബത്തിനും ഉപകരിക്കുന്ന മക്കളാക്കി അള്ളാഹു മാറ്റി തന്ന് അനുഗ്രഹിക്കുമാറാവട്ടെ. മക്കളെ കൊണ്ടുവരുന്ന എല്ലാ പരീക്ഷണങ്ങളിൽ നിന്നും അള്ളാഹു നമ്മെ കാത്ത് സംരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ മക്കളൊക്കെ അള്ളാഹു സാലിഹീങ്ങളിലും സാലിഹാത്തുകളിലും അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹ് ഇഷ്ടപ്പെട്ട മാർഗത്തിൽ ജീവിക്കുവാൻ അവർക്കും നമുക്കൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എനിക്ക് ഇന്നത്തെ മെസ്സേജ് നിങ്ങൾക്ക് നൽകാനുള്ളത് ആമിനു ബില്ലാഹി വറസൂലി എന്നാണ്. അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിക്കുക. ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അടിയുറച്ച് വിശ്വസിക്കുക. അതാണ് മഹാനായ മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു നമുക്ക് കാണിച്ചെന്ന മാതൃക.